നമസ്കാരം. 4 ദിവസമായിട്ടും ട്രംപിനെ വിളിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തീരുവ പ്രതിസന്ധിയിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ഡീകോഡിംഗിനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ടോപ് 10ലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. അമേരിക്കയുടെ അധിക തീരുവ നീക്കത്തിന് തിരിച്ചടി നൽകാൻ ഒരുങ്ങി ഇന്ത്യ. അലൂമിനിയം, സ്റ്റീൽ, തുണിത്തരങ്ങൾ തുടങ്ങിയവയ്ക്ക് പകരം തീരുവ ഈടാക്കാൻ നീക്കം. ഒരു സർവാധികാരിക്ക് ഇന്ത്യയുടെ ഉയർച്ച ഇഷ്ടപ്പെടുന്നില്ലെന്നും മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് വില ഉയർത്താനാണ് ചിലരുടെ ശ്രമമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂർ മേക്ക് ഇൻ ഇന്ത്യയുടെ വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കള്ളവോട്ട് ആരോപണത്തിൽ തെളിവ് ഹാജരാക്കാൻ രാഹുൽ ഗാന്ധിക്ക് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. രാഹുൽ കാണിച്ചത് പോളിംഗ് ഓഫീസർ നൽകിയ രേഖയല്ലെന്ന് കമ്മീഷൻ. വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ സമൂഹ മാധ്യമ പ്രചാരണത്തിന് തുടക്കം കുറിച്ച് കോൺഗ്രസ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നാളെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധ മാർച്ച്. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്ക് സാധ്യത തേടി ബെപ്കോ. താൽപര്യം പ്രകടിപ്പിച്ച് സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ. ഓൺലൈൻ മദ്യവിൽപ്പന ഇടത് സർക്കാരിന്റെ ആലോചനയിലില്ലെന്ന് മന്ത്രി MP രാജേഷ്. തൃശൂർ കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് രോഗി ഉൾപ്പെടെ 2 പേർ മരിച്ചു. തിരുവനന്തപുരത്ത് കാർ ഓടിച്ച് പഠിക്കുന്നതിനിടെ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി വഴിയാത്രക്കാരടക്കം 5 പേർക്ക് ഗുരുതര പരിക്ക്. അപകടത്തിന് കാരണം ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടിയത്. വെഞ്ഞാറമ്മൂട് കാർ മതിലിലിടിച്ച് 5 പേർക്ക് പരിക്ക്. കൊച്ചി നഗരത്തിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിന് പിടിവീഴുന്നു. അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുത്താൻ വാട്സപ്പ് സംവിധാനവുമായി മോട്ടോർ വാഹന വകുപ്പ്. താമരശ്ശേരി ചുരത്തിലൂടെ അപകടയാത്ര. യാത്രക്കാരൻ കാറിന്റെ ഡോറിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ കുടുംബത്തിന് വീടൊരുങ്ങുന്നു. വീട് നിർമ്മിച്ചു നൽകുന്നത് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. ശിലാസ്ഥാപനം നിർവഹിച്ചു മന്ത്രി V ശിവൻകുട്ടി. ഗാസ സിറ്റി ഏറ്റെടുക്കാനുള്ള ഇസ്രായേൽ തീരുമാനത്തിനെതിരെ പ്രതിഷേധം കനക്കുന്നു. നെതന്യാഹുവിന്റെ നീക്കത്തിനെതിരെ ഇസ്രായേലി ബന്ദികളുടെയും ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെയും കുടുംബാംഗങ്ങൾ. ഞായറാഴ്ച പൊതു പണിമുടക്കിനാഹ്വാനം. ഇന്ത്യൻ ഓപ്പൺ വേൾഡ് അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂർ മീറ്റ് ലോങ് ജമ്പിൽ കേരളത്തിന്റെ M ശ്രീശങ്കറിന് സ്വർണം. സ്വർണ്ണ നേട്ടം 8.13 മീറ്റർ ദൂരം ചാടി. ശ്വേതാ മേനോന് പിന്തുണയുമായി മന്ത്രി സജി ചെറിയാൻ. സ്ത്രീകൾ സിനിമാ സംഘടനകളുടെ നേതൃനിരയിലേക്ക് വരണമെന്ന് മന്ത്രി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ ഫ്രൈഡേ ഫിലിം ഹൗസിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ സാന്ദ്രയ്ക്ക് കഴിയില്ലെന്ന് വിജയ് ബാബു. പ്രതികരണത്തെ തമാശയായി കാണണമെന്ന് സാന്ദ്ര തോമസ്. ഇത് ഹൈടെക് അങ്കണവാടി. വാർത്തകൾ വിശദമായി സമഗ്രമായി നോക്കാം. ഇന്ത്യയ്ക്ക് മേൽ 50% തീരുവ ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ നീക്കത്തിന് തിരിച്ചടി നൽകാൻ ഒരുങ്ങി ഇന്ത്യ. അലൂമിനിയം, സ്റ്റീൽ, തുണിത്തരങ്ങൾ തുടങ്ങിയവയ്ക്ക് ഇന്ത്യയും പകരം തീരുവ ഈടാക്കിയേക്കും. അതിനിടെ ട്രംപിനെതിരെ പരോക്ഷ വിമർശനവുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്തെത്തി. അമേരിക്കയുടെ പകരം തീരുവയിൽ അതേ നാണയത്തിൽ മറുപടി കൊടുക്കാനാണ് ഇന്ത്യയുടെ നീക്കം. തെരഞ്ഞെടുത്ത അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കനത്ത തീരുവ ചുമത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അലൂമിനിയം, സ്റ്റീൽ, തുണിത്തരങ്ങൾ തുടങ്ങിയവയ്ക്ക് പകരം തീരുവ ഈടാക്കിയേക്കും. ഇത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വിഷയം കേന്ദ്ര മന്ത്രിസഭയും ചർച്ച ചെയ്യും. അമേരിക്കയുടെ അധിക തീരുവ ഏതൊക്കെ മേഖലകളെ ബാധിക്കുമെന്ന വിലയിരുത്തലും കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. ഇത് ബാധിക്കുന്ന മേഖലകളെ സഹായിക്കാനായി പാക്കേജ് കൊണ്ടുവരാനുള്ള ശ്രമവും കേന്ദ്രം നടത്തുന്നുണ്ട്. നിലവിൽ ഇന്ത്യ അമേരിക്കയിലേക്ക് $86 ബില്യൺ കയറ്റുമതി നടത്തുന്നുണ്ട്. അമേരിക്ക ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് $45 ബില്യൺ ഉത്പന്നങ്ങളാണ്. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തി. ഇന്ത്യയുടെ പുരോഗതി ചിലർക്ക് ദഹിക്കുന്നില്ലെന്നും ഇന്ത്യ വൻശക്തിയാകുന്നതിനെ ആർക്കും തടയാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. भारत जितनी तेजी के साथ आगे बढ़ रहा है, मैं पूरे विश्वास के साथ कहता हूं कि भारत को अब दुनिया की कोई ताकत
विश्व की एक बड़ी शक्ति बनने से रोक नहीं सकती है। भारत के डिफेंस आइटम दुनिया के देशों को केवल 600 करोड़ रुपए की एक्सपोर्ट होती थी। ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ അവയ്ക്ക് വില കൂട്ടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യം തദ്ദേശീയമായ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചതെന്നും മന്ത്രി പറഞ്ഞു. പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത നേടുമെന്ന് പ്രതിജ്ഞയെടുത്തതുകൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് ഈ നിലയിലെത്താൻ സാധിച്ചത്. മുമ്പ് വിമാനങ്ങളായാലും ആയുധങ്ങളായാലും മിക്കവാറുമെല്ലാം വിദേശത്താണ് നിർമ്മിച്ചിരുന്നത്. ആവശ്യം വരുമ്പോഴെല്ലാം ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അവ വാങ്ങുകയായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യ ഇത് നിർമ്മിക്കുക മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് അമൃത TV. ബംഗളൂരുവിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗളൂരുവിലെ KSR റെയിൽവേ സ്റ്റേഷനിൽ 3 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ബംഗളൂരുവിൽ വലിയ തരത്തിലുള്ള വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. ബംഗളൂരുവിൽ നിന്നും ബലഗാവിലേക്കും അമൃത്സറിൽ നിന്നും ശ്രീമാതാ വൈഷ്ണവോദേവി കത്രയിലേക്കും നാഗ്പൂരിൽ നിന്നും പൂനെയിലേക്കുമുള്ള ട്രെയിനുകളാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ബംഗളൂരു മെട്രോയുടെ യെല്ലോ ലൈനും മോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. 4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് RV റോഡിൽ നിന്നും ബൊമ്മസാന്ദ്രയിലേക്കുള്ള നമ്മ മെട്രോയുടെ യെല്ലോ ലൈൻ യാഥാർത്ഥ്യമാകുന്നത്. ഇലക്ട്രോണിക് സിറ്റി അടക്കം IT മേഖലയിലൂടെ കടന്നുപോകുന്ന യെല്ലോ ലൈൻ നമ്മ മെട്രോയുടെ നിർണായക റൂട്ടാണ്. 19.15 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇടനാഴി ബംഗളൂരുവിന്റെ ടെക് ഇടനാഴിയിലെ യാത്രാമാർഗത്തെ പരിവർത്തനം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. 5056.99 കോടി രൂപ മുടക്കിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതിനൊപ്പം മെട്രോയുടെ 3ാം ഘട്ടത്തിന്റെ ശിലാസ്ഥാപനവും മോദി നിർവഹിച്ചു. അതേസമയം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ അധിക്ഷേപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തിനെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഞ്ഞടിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച 3 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി മാറാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്നും ഇത് സാധ്യമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2014 से पहले भारत का टोटल एक्सपोर्ट $468 बिलियन तक पहुंचा था. आज ये $824 बिलियन हो गया है. पहले हम मोबाइल इंपोर्ट करते थे, वहीं अब हम मोबाइल हैंडसेट के टॉप 5 एक्सपोर्टर बन गए हैं. പ്രത്യേകിച്ച് ഇലക്ട്രോണിക് സിറ്റിയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് മെട്രോയുടെ പ്രയോജനം ലഭിക്കുകയും കുപ്രസിദ്ധമായ സിൽക്ക് ബോർഡ് ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 15,610 കോടിയിലധികം രൂപയുടെ ബംഗളൂരു മെട്രോ 3ാം ഘട്ടത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. ബംഗളൂരുവിലെ നഗരഗതാഗത പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്നതിനുള്ള യാത്രയിലാണ് ഇന്ത്യ. 2014 5 നഗരങ്ങളിൽ മാത്രമുണ്ടായിരുന്ന മെട്രോ ഇപ്പോൾ 24 ഇടങ്ങളിലേക്ക് വ്യാപിച്ചു എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപണത്തിൽ പ്രതിഷേധം ശക്തമാക്കി ഇന്ത്യ സഖ്യം. ക്രമക്കേടിനെതിരെ സമൂഹ മാധ്യമ പ്രചാരണത്തിന് തുടക്കം കുറിച്ച് കോൺഗ്രസ്. വോട്ട്ചോരി.in എന്ന വെബ്സൈറ്റ് അവതരിപ്പിച്ചു. എംപിമാരെ പങ്കെടുപ്പിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നാളെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടർ പട്ടിക തട്ടിപ്പ് ആരോപണത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധത്തിനാണ് തയ്യാറെടുക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വോട്ടുകൊള്ള തടയാനുള്ള പ്രചാരണത്തിൽ പങ്കുചേരാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് വോട്ട്ചോരി.in എന്ന വെബ്സൈറ്റ് കോൺഗ്രസ് അവതരിപ്പിച്ചത്. വോട്ട് കവർച്ചയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടും ഡിജിറ്റൽ വോട്ടർ പട്ടിക പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടും പൊതുജനങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജനങ്ങൾക്ക് ഇതിൽ പങ്കുവയ്ക്കാനാകുമെന്നും കോൺഗ്രസ് പറയുന്നു. വോട്ട് കവർച്ച സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളുടെ വീഡിയോയും വെബ്സൈറ്റിലുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കുന്നതിനും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തടയുന്നതിനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലക്ഷ്യമിടുന്നതായി രാഹുൽ ഗാന്ധി പറഞ്ഞു. വോട്ട് ചോർച്ചാ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. വിഷയമുയർത്തി രാഷ്ട്രീയ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് തിങ്കളാഴ്ച ഇന്ത്യ സഖ്യത്തിലെ എംപിമാർ പ്രതിഷേധ മാർച്ച് നടത്തും. മാർച്ചിന് ശേഷം നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചർച്ച നടത്തിയേക്കും. ഈ മാസം 16 മുതൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ചേർന്ന് ബീഹാറിലെ 100 നിയമസഭാ സീറ്റുകളിലേക്കുള്ള യാത്രയ്ക്കും തുടക്കം കുറിക്കും. സെപ്റ്റംബർ 1 പാറ്റ്നയിൽ നടക്കുന്ന മഹാറാലിയിൽ തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അടക്കമുള്ള കക്ഷികൾ പങ്കുചേരുമെന്നാണ് സൂചന. അതേസമയം രാഹുൽ അപക്വമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അരാജകത്വം പടർത്താനാണ് ശ്രമിക്കുന്നതെന്ന് BJP പറഞ്ഞു. അതിനിടെ കർണാടകയിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. സംസ്ഥാനത്തെ നിയമവകുപ്പിനോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചു. തിങ്കളാഴ്ച കർണാടക നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്.
സമ്മേളനത്തിൽ ഈ വിഷയം സജീവമായി ഉയർത്താനാണ് കോൺഗ്രസ് തീരുമാനം. ന്യൂസ് ഡെസ്ക് അമൃത TV. അതിനിടെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ച് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ കാണിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖയല്ലെന്ന് നോട്ടീസിൽ പറയുന്നു. പോളിംഗ് ഓഫീസർ നൽകിയ രേഖകൾ പ്രകാരം ശകുൻ റാണി എന്ന സ്ത്രീ 2 തവണ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് രാഹുൽ പറഞ്ഞിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ 1 തവണ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂവെന്നും 2 തവണ വോട്ട് ചെയ്തതിന് തെളിവെന്താണെന്നും കമ്മീഷൻ ചോദിച്ചു. ഇരട്ട വോട്ട് ചെയ്തു എന്നതിന് തെളിവുണ്ടെന്നും നോട്ടീസ് കാണിച്ച് ഭയപ്പെടുത്താമെന്ന് ഇലക്ഷൻ കമ്മീഷൻ വിചാരിക്കേണ്ട എന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ചോദ്യം ചോദിച്ച ഞങ്ങൾക്കെതിരെയാണ് നടപടിയെങ്കിൽ എടുക്കട്ടെയെന്നും സത്യം പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെളിവുകളെല്ലാം കൈമാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിസ്ഫോടനകരമായിട്ടുള്ള കാര്യം ഞങ്ങൾ ഉന്നയിച്ചിട്ട് അതിനൊന്നും മറുപടി പറയാതെ ഇപ്പോൾ ഒരു കത്ത് അയച്ചിരിക്കുകയാണ്. ഒരു ചെറിയ കാര്യം പറഞ്ഞ് രാഹുൽ ഗാന്ധി അതിന് തെളിവ് ഹാജരാക്കണമെന്ന്. എന്ത് ബാലിശമാണ്! ഇലക്ഷൻ കമ്മീഷനെ പോലെയുള്ള ഉത്തരവാദപ്പെട്ട ബോഡി ഇത്തരം ബാലിശമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ പറയേണ്ടത്? അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ തുടർച്ചയായ തോൽവി പാർട്ടിക്കുള്ളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അണികളുടെ ശ്രദ്ധ തിരിക്കാനുള്ള നാടകങ്ങളുടെ ഭാഗമാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ. വരും ദിവസങ്ങളിൽ രാഹുലിന്റെ കള്ളങ്ങൾ പൊളിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിലുള്ള ബുദ്ധിമുട്ടും അവരുടെ പ്രവർത്തകരിലുള്ള ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസിന് ശ്രദ്ധ തിരിക്കാനാണ് രാഹുൽ ഗാന്ധി എല്ലാ 4-5 ദിവസം ഓരോരോ പുതിയ വാർത്തകൾ സൃഷ്ടിക്കുന്നത്. ഇതിൽ സത്യം എന്താണെന്ന് ഇലക്ഷൻ കമ്മീഷന് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇതും പൊളിയും. രാഹുൽ ഗാന്ധിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് കണ്ടാൽ മനസ്സിലാക്കണം. തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ പ്രതികരണവുമായി മന്ത്രി K. രാജൻ. ഇത്തരം കൃത്രിമങ്ങൾ നാടിന് അംഗീകരിക്കാൻ കഴിയാത്തതും ജനാധിപത്യ വിരുദ്ധവുമാണ്. ഇക്കാര്യത്തിൽ പരിശോധനയും നടപടിയും വേണം. പുറത്തുവന്ന വിവരങ്ങൾ ഗൗരവമായി പരിശോധിക്കണം. ലോകമുള്ളിടത്തോളം കാലം ആർക്കും നിശബ്ദത പാലിക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകേണ്ടി വരും, അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെന്നും K. രാജൻ തൃശൂരിൽ പറഞ്ഞു. ഇത്തരത്തിലുള്ള കൃത്രിമങ്ങൾ നാടിന് ജനാധിപത്യപരമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തതാണെന്ന് ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ കാണുകയും കൃത്യതയോടുകൂടി അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ കർശനമായി പരിശോധിക്കപ്പെടുകയും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാകുകയും വേണം. ഇന്ത്യയിലാകമാനം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തൃശൂരിലെ വോട്ടർമാരെ അപമാനിക്കാനാണ് CPM-ഉം കോൺഗ്രസും ശ്രമിക്കുന്നതെന്ന് BJP നേതാവ് MT രമേശ്. LDF UDF നേതാക്കൾ തൃശൂരിലെ വോട്ടർമാരെ വെല്ലുവിളിക്കുന്നു. സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ ഞെട്ടലിൽ നിന്നും CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ ഇതുവരെ മോചിതരായിട്ടില്ല എന്നും പൊരുത്തപ്പെടാൻ സാധിക്കാതാണ് ഇത് പോകുന്നതെന്നും ഇതൊരു രോഗമാണെന്നും സുരേഷ് ഗോപിയും കുടുംബവും രഹസ്യമായിട്ടല്ല വോട്ട് ചെയ്യാൻ പോയതെന്നും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിനാൽ അതിൻ്റെതായ തിരക്കുകളിലാണെന്നും MT രമേശ് പറഞ്ഞു. ഞങ്ങളും തിരിച്ചു പറയും, അതൊക്കെ എല്ലാം അന്വേഷിക്കേണ്ടി വരും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകണ്ട. നിങ്ങൾ തോറ്റുപോയി, തൃശ്ശൂർ നിങ്ങൾ തോറ്റുപോയി. ഇനി വീണ്ടും ജയിക്കാൻ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇനിയും ജയിക്കുക എന്ന് പറയുന്നത് എളുപ്പമൊന്നുമല്ല. കാരണം തൃശ്ശൂരിലെ ജനങ്ങൾ BJP-യോടൊപ്പമാണ്, സുരേഷ് ഗോപിയോടൊപ്പമാണ്. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്കൊരുങ്ങി ബെപ്കോ. ഇത് സംബന്ധിച്ച് ബെപ്കോ MD സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പദ്ധതിയിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 3 വർഷം മുൻപ് ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നുവെങ്കിലും സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. ആപ്പിലൂടെ ബുക്ക് ചെയ്യുന്നവർക്ക് മദ്യം വീട്ടിലെത്തിക്കാൻ അനുമതി നൽകണമെന്നാണ് ബെവറേജസ് കോർപ്പറേഷന്റെ ശുപാർശ. ഇതിനായി മൊബൈൽ ആപ്പ് നിർമ്മിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ ഭക്ഷ്യവിതരണ കമ്പനിയായ സ്വിഗ്ഗി പദ്ധതിയോട് താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മദ്യം വാങ്ങുന്നയാൾക്ക് 23 വയസ്സ് കഴിഞ്ഞിരിക്കണം. മദ്യം നൽകുന്നതിന് മുൻപ് പ്രായം തെളിയിക്കുന്ന രേഖ വാങ്ങി അത് പരിശോധിച്ചതിന് ശേഷമായിരിക്കും മദ്യം നൽകുക. ഒരു തവണ 3 ലിറ്റർ മദ്യം വരെ ഓർഡർ ചെയ്യാം. മദ്യം ഓർഡർ ചെയ്ത് കരിഞ്ചന്തയിൽ വിൽക്കുന്നത് ഒഴിവാക്കാൻ മദ്യം വാങ്ങുന്നതിന് പരിധി നിശ്ചയിക്കും. കൂടുതൽ വിതരണ കമ്പനികൾ രംഗത്തെത്തിയാൽ ടെൻഡർ വിളിക്കും. മദ്യവിതരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വിതരണ കമ്പനിക്കായിരിക്കുമെന്നും ബെപ്കോ അറിയിച്ചു. ടൂറിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ആവശ്യമുയരുന്ന സാഹചര്യത്തിൽ മദ്യവിൽപ്പന കൂട്ടണമെന്ന നിലപാടിലാണ് ബെപ്കോ. 3 വർഷം മുൻപും സർക്കാരിനോട് ബെപ്കോ ഇക്കാര്യത്തിൽ അനുമതി തേടിയിരുന്നു. എന്നാൽ അന്ന് സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. കോവിഡ് കാലത്ത് മദ്യം ഓൺലൈനിലൂടെ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു.
തിരക്കൊഴിവാക്കാൻ ആപ്പിലൂടെയായിരുന്നു ബുക്കിംഗ്. ഇതിനുശേഷം വാതിൽപ്പടി മദ്യവിതരണം ആലോചിച്ചെങ്കിലും ചർച്ചകൾ മുന്നോട്ടു പോയില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം ബെപ്കോയുടെ ആവശ്യം പൂർണ്ണമായും തള്ളി മന്ത്രി എം ബി രാജേഷ്. ഓൺലൈൻ മദ്യവിൽപ്പന ഇടത് സർക്കാരിന്റെ ആലോചനയിലില്ലെന്ന് മന്ത്രി നിലപാട് വ്യക്തമാക്കി. അംഗീകരിച്ച മദ്യനയത്തിൽ മാത്രമേ തീരുമാനമെടുക്കൂ. നികുതി ഘടന തീരുമാനിച്ചാൽ വീര്യം കുറഞ്ഞ മദ്യം വിപണിയിലെത്തിക്കാൻ കഴിയുമെന്നും മന്ത്രി എം ബി രാജേഷ് കൂട്ടിച്ചേർത്തു. 4 വർഷമായി മദ്യത്തിന് കേരളം വില വർദ്ധിപ്പിച്ചിട്ടില്ല. മറ്റ് പല സംസ്ഥാനങ്ങളും ഇതിനിടയിൽ പലതവണ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈയിടെയാണ് കർണാടക നല്ല വർധനവ് നടപ്പാക്കിയിട്ടുള്ളത്. അപ്പം 4 വർഷമായിട്ടിവിടെ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നതൊരു. ഓൺലൈൻ മദ്യവിൽപ്പനയിലൂടെ മികച്ച വരുമാനമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് ACC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. മദ്യവും മയക്കുമരുന്നും വിപത്താണ്. തെറ്റായ സന്ദേശമാണ് ഇത് നൽകുന്നത്. സർക്കാർ ഈ നീക്കത്തിൽ നിന്നും പിന്തിരിയണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ഇന്ന് ഇപ്പോൾ രാവിലെ നിങ്ങൾ കണ്ടതാണ് മയക്കുമരുന്നിൻ്റെതായിട്ടുള്ള പോരാട്ടം. നമ്മുടെ തലമുറ എങ്ങോട്ടാണ് പോകുന്നുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും പ്രയാസമുണ്ടാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. മയക്കുമരുന്നാണ് ഏറ്റവും വലിയ വിപത്ത്, മദ്യവും വിപത്താണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന വിപത്ത് കൂടിയ വിപത്താണ്. അപ്പോൾ സുലഭമായി ഇത് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുമാനം കിട്ടണമെന്നുള്ള ഒറ്റ ചിന്തയാണുള്ളത്. അത് തൃശൂർ കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 2 മരണം. കാണിപ്പയ്യൂർ കുരിശുപള്ളിക്ക് സമീപം ഇന്ന് വൈകിട്ടായിരുന്നു അപകടം. പരിക്കേറ്റവരെ കുന്നംകുളത്തെയും തൃശൂരിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ഭാഗത്തു നിന്ന് വരികയായിരുന്ന ആംബുലൻസിൽ എതിർദിശയിൽ വരികയായിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. ആംബുലൻസിലുണ്ടായിരുന്ന രോഗി 89 വയസ്സുള്ള കുഞ്ഞിരാമൻ, കാർ യാത്രിക കൂനംമൂച്ചി സ്വദേശി പുഷ്പ എന്നിവരാണ് മരണപ്പെട്ടത്. പുഷ്പയ്ക്കൊപ്പം കാറിലുണ്ടായിരുന്ന ഭർത്താവ് ആൻഡോ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. എറണാകുളത്തെ ആശുപത്രിയിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന കുഞ്ഞിരാമനെ ഡിസ്ചാർജ് ചെയ്ത് കുന്നംകുളത്തെ വീട്ടിലേക്ക് കൊണ്ടുവരവെയാണ് ആംബുലൻസ് അപകടത്തിൽപ്പെടുന്നത്. റോങ് സൈഡ് കയറി വന്ന കാർ ആംബുലൻസിൽ ഇടിക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് കാറിലെ ഡീസൽ ടാങ്ക് തകർന്ന ഡീസൽ റോഡിൽ പരന്നു. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ആംബുലൻസിൽ നിന്ന് ഓക്സിജനും ചോർന്നു. സ്ഥലത്ത് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ആംബുലൻസിലുണ്ടായിരുന്ന മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ല. അമൃത ന്യൂസ്, തൃശൂർ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയ അപകടം. 5 പേർക്ക് ഗുരുതര പരിക്ക്. 5 പേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കാർ ഓടിച്ചു പഠിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. വാഹനത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഇല്ലെന്ന് എൻഫോഴ്സ്മെന്റ് RTO വ്യക്തമാക്കി. 3 ഓട്ടോ ഡ്രൈവർമാർക്കും 2 കാൽനട യാത്രക്കാർക്കുമാണ് അതീവ ഗുരുതരമായി പരിക്കേറ്റത്. ജനറൽ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കാർ ഓടിച്ചു പഠിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടിയതാണെന്നാണ് നിഗമനം. കാർ ഓടിച്ചിരുന്ന വട്ടിയൂർക്കാവ് സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തു. കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷി പറഞ്ഞു. അമിത വേഗതയിൽ തന്നെയാണ് വന്നത്. കാര്യം ഇത്രയും കമ്പി ഇടിച്ച് എയർ ബാഗും പൊത്തുപോയ വണ്ടിയാണ്. ഈ സൈഡിൽ നിന്ന് പാസഞ്ചർ വണ്ടി കയറാൻ വന്നപ്പോഴത്തേക്ക് സംസാരിച്ചു. കയറാൻ ചോദിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയിൽ വണ്ടി കണ്ണട ചെറുക്കുമ്പോൾ വണ്ടി ഇടിച്ച് 3 പേരെയും കൊണ്ട് അങ്ങ് പോയി. പ്രാഥമിക പരിശോധനയിൽ വാഹനത്തിന് സാങ്കേതികമായ പ്രശ്നങ്ങളുള്ളതായി കണ്ടെത്തിയിട്ടില്ലെന്നും വാഹനത്തിലുണ്ടായിരുന്ന 2 പേരുടെയും ലൈസൻസ് റദ്ദാക്കുമെന്നും എൻഫോഴ്സ്മെന്റ് RTO അജിത് കുമാർ പറഞ്ഞു. നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും പ്രാഥമിക നിഗമനത്തിൽ അങ്ങനെ ഒരു വാഹനത്തിന് മറ്റ് മെക്കാനിക്കൽ ഡിഫക്റ്റ് ഇല്ല. പരിശീലനം നൽകുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ പാലിച്ചിട്ടില്ലെന്നും 2019 ഡ്രൈവർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തിനാണ് പരിശീലനമെന്ന് മനസ്സിലാകുന്നില്ലെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ SH നാഗരാജു വ്യക്തമാക്കി. ബേസിക്കലി ഇയാൾ വണ്ടി ഓടിക്കുന്നത് തന്നെ ഒരു പ്രാക്ടീസിങ് പോലെയാണ് ഓടിക്കുന്നത് മനസ്സിലായി. അത് വളരെ ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടാണ്. 2019 ലൈസൻസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത് രേഖ. പക്ഷേ 2019 ലൈസൻസ് ഉണ്ട് ആൾ ഇപ്പോൾ പഠിക്കുന്നത് എന്താണ് അത് മനസ്സിലാവുന്നില്ല. അതാണ് ഇപ്പോൾ നടക്കുന്നത്. RTO MVIമാരും അവിടെ എത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വെഞ്ഞാറമൂട്ടിൽ കാർ മതിലിടിച്ച അപകടം. 5 പേർക്ക് ഗുരുതര പരിക്ക്. വെഞ്ഞാറമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗേറ്റിന്റെ മതിലിലാണ് കാർ ഇടിച്ചത്. മൂകാംബിക ദർശനം കഴിഞ്ഞു വന്ന പോത്തൻകോട് അണ്ടൂർകോണം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന മാരുതി കാറാണ് അപകടത്തിൽപ്പെട്ടത്. 1 പുരുഷനും 5 സ്ത്രീകളുമാണ് കാറിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരവും 4 പേരുടെ നില ഗുരുതരവുമാണ്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം.
കൊച്ചി നഗരത്തിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിന് പിടിവീഴുന്നു. അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അറിയിക്കാനുള്ള സംവിധാനം നടപ്പിലാക്കിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം കാരണമുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. കൊച്ചി നഗരത്തിലെ മത്സരയോട്ടം ഒട്ടേറെ അപകടങ്ങൾക്കാണ് കാരണമാകുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 2 പേരാണ് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം മൂലം മരണപ്പെട്ടത്. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത മനുഷ്യജീവനുകൾ അപകടത്തിലാക്കുന്നത് തുടർക്കഥയായതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടി സ്വീകരിക്കുന്നത്. സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനം ദൃശ്യങ്ങൾ സഹിതം മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കാൻ ജില്ലയിലെ എല്ലാ സ്വകാര്യ ബസ്സുകളിലും ഔദ്യോഗിക വാട്സപ്പ് നമ്പർ പതിക്കും. 9188961207 എന്നതാണ് നമ്പർ. വാതിൽ തുറന്നുവെച്ചുള്ള സർവീസ്, മത്സരയോട്ടം, ഫോണിൽ സംസാരിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ്, യാത്രക്കാരോട് ജീവനക്കാരുടെ മോശം പെരുമാറ്റം ഉൾപ്പെടെ ഏത് നിയമലംഘനത്തിൻ്റെയും വീഡിയോയോ ഫോട്ടോയോ പകർത്തി വാട്സപ്പ് ചെയ്താൽ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നു. ഇതോടെ നിയമലംഘനങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടാനാകുമെന്നാണ് വിലയിരുത്തൽ. അമൃത ന്യൂസ്, കൊച്ചി. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലൂടെ കാറിന്റെ ഡോറിൽ ഇരുന്ന് അപകടയാത്ര. പിന്നിൽ സഞ്ചരിച്ച യാത്രക്കാരനാണ് ഫോണിൽ ഇത് ചിത്രീകരിച്ചത്. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള കാറാണ് അപകടയാത്ര നടത്തിയത്. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ കുടുംബത്തിന് വീടൊരുങ്ങുന്നു. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിലാണ് വീട് വെച്ച് നൽകുന്നത്. മിഥുന്റെ വീട് എന്റെയും എന്ന പേരിൽ നടത്തുന്ന ഭവന നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. മിഥുന്റെ പഴയ വീട് നിന്ന സ്ഥലത്ത് തന്നെയാണ് പുതിയ വീട് പണിയുന്നത്. 20 ലക്ഷം രൂപ ചെലവിൽ 1000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് വീട് നിർമ്മിക്കുന്നത്. വീടിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് ഇത് കൃത്യസമയത്ത് തന്നെ ആരംഭിക്കാൻ വേണ്ടി ഇന്നിപ്പോൾ തറക്കല്ലിടെയാണ്. ഞങ്ങളൊരു 4 മാസക്കാലം കൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 3 കിടപ്പുമുറികൾ, 2 ശുചിമുറികൾ, ലിവിംഗ് റൂം, അടുക്കള, ഡൈനിങ് ഏരിയ, സിറ്റ് ഔട്ട്, സ്റ്റെയർ കേസ് എന്നിവ വീടിന്റെ ഭാഗമായി ഉണ്ടാകും. 4 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ കൈമാറാനാണ് ലക്ഷ്യമിടുന്നത്. വീടിന് പുറമെ മിഥുന്റെ കുടുംബത്തിന് സർക്കാർ വിവിധ ധനസഹായങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിഥുന്റെ അനുജന്റെ വിദ്യാഭ്യാസ ചെലവുകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പൂർണ്ണമായും വഹിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ചടങ്ങിൽ MLA-മാരായ കോവൂർ കുഞ്ഞുമോൻ, ഡോക്ടർ സുജിത് വിജയൻപിള്ള, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് SIAS, കേരള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ് സംസ്ഥാന സെക്രട്ടറി പ്രഭാകരൻ NK തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊല്ലം. ഗാസ സിറ്റി ഏറ്റെടുക്കാനുള്ള ഇസ്രായേൽ തീരുമാനത്തിനെതിരെ പ്രതിഷേധം കനക്കുന്നു. നെതന്യാഹുവിന്റെ നീക്കത്തിനെതിരെ ഇസ്രായേലി ബന്ദികളുടെയും ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും രംഗത്തെത്തി. ഞായറാഴ്ച ഇസ്രായേലിൽ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പണിമുടക്കിന് ഇസ്രായേലിലെ പ്രതിപക്ഷത്തിന്റെയും പിന്തുണയുണ്ട്. ഗാസ പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ഗാസ സിറ്റി ഏറ്റെടുക്കാനുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീരുമാനത്തിന് ഓഗസ്റ്റ് 8-നാണ് ഇസ്രായേലിന്റെ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയത്. ഗാസ മുനമ്പിലെ സുരക്ഷാ അധികാരം ഉൾപ്പെടെയുള്ള 5 പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. കായിക വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓപ്പൺ വേൾഡ് അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂർ മീറ്റ് ലോങ് ജമ്പിൽ M. ശ്രീശങ്കറിന് വീണ്ടും സ്വർണം. 8.13 മീറ്റർ ദൂരം ചാടിയാണ് സ്വർണ്ണ നേട്ടം. ഈ സീസണിലെ മികച്ച പ്രകടനമാണ് ശ്രീശങ്കർ കാഴ്ചവെച്ചത്. കഴിഞ്ഞ മാസം പോർച്ചുഗലിൽ നടന്ന അത്ലറ്റിക് മീറ്റിൽ ശ്രീശങ്കർ സ്വർണം നേടിയിരുന്നു. 2024 പാരീസ് ഒളിമ്പിക്സിന് തൊട്ടുമുൻപ് പരിക്ക് മൂലം താരം പുറത്തായിരുന്നു. ഇന്ത്യൻ അണ്ടർ 20 വനിതാ ഫുട്ബോൾ ടീം 2026 AFC അണ്ടർ 20 വനിതാ ഏഷ്യൻ കപ്പിന് യോഗ്യത നേടി. 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യയുടെ നേട്ടം. യോഗ്യതാ റൗണ്ടിലെ നിർണായക മത്സരത്തിൽ ആതിഥേയരായ മ്യാൻമറിനെ 1-0 തോൽപ്പിച്ചാണ് ഇന്ത്യൻ യുവനിര ടൂർണമെന്റിൽ ഇടം നേടിയത്. യാങ്കോണിലെ തൂവുണ്ണ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 27-ാം മിനിറ്റിൽ പൂജ നേടിയ ഹെഡറാണ് ഇന്ത്യയ്ക്ക് വിജയം സമ്മാനിച്ചത്. തുർക്ക്മെനിസ്ഥാന് എതിരായ ആദ്യ മത്സരത്തിൽ 7-0 തകർപ്പൻ വിജയം നേടിയ ഇന്ത്യ തുടർന്ന് ഇന്തോനേഷ്യയുമായി ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞിരുന്നു. സീനിയർ വനിതാ ടീമും AFC വനിതാ ഏഷ്യ കപ്പിന് യോഗ്യത നേടിയതിനു പിന്നാലെയാണ് അണ്ടർ 20 ടീമിന്റെ ഈ നേട്ടം.
സ്ത്രീകൾ സിനിമാ സംഘടനയുടെ നേതൃനിരയിലേക്ക് വരുന്നത് നല്ലതാണെന്ന് മന്ത്രി സജി ചെറിയാൻ. ശ്വേതാ മേനോൻ മികച്ച നടിയാണ്, വളരെ കരുത്തുറ്റ സ്ത്രീയാണ്. അവർക്കെതിരെ നൽകിയ കേസ് നിലനിൽക്കില്ല. സിനിമാ സംഘടനയിലെ പ്രശ്നങ്ങൾ അവർ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കണം. ചലച്ചിത്ര നയം വരുമ്പോൾ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. സംസ്ഥാന സിനിമാ നയം 3 മാസത്തിനകം പുറത്തു വരുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. മികച്ച ഒരു നടിയാണ് അവർ. മലയാള സിനിമയ്ക്ക് നല്ല തരത്തിലുള്ള സംഭാവന അഭിനയത്തിലൂടെ നൽകിയൊരു മാന്യ വ്യക്തിത്വമാണ്. ഒരു ബോൾഡായ സ്ത്രീയാണ്. അവരെ ഏതെങ്കിലും തരത്തിൽ മറ്റ് സ്വഭാവമുള്ള ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സമ്പത്തിന് വേണ്ടി ഏതെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുമെന്ന്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി വിജയ് ബാബു. ഫ്രൈഡേ ഫിലിം ഹൗസിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ സാന്ദ്രയ്ക്ക് കഴിയില്ലെന്നായിരുന്നു വിജയ് ബാബുവിന്റെ പോസ്റ്റ്. എന്നാൽ ഈ പ്രതികരണത്തെ തമാശയായി കാണണമെന്ന് സാന്ദ്ര തോമസ് മറുപടി പോസ്റ്റിൽ കുറിച്ചു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിർമ്മാതാക്കളായ സാന്ദ്ര തോമസും വിജയ് ബാബുവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത നവമാധ്യമങ്ങളിലൂടെയുള്ള പരസ്യപ്പോരിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫ്രൈഡേ ഫിലിംസിന്റെ ഭാഗമായിരുന്നപ്പോൾ ചെയ്ത സിനിമയുടെ തന്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റാണ് സാന്ദ്ര തോമസ് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയിരുന്നത്. എന്നാൽ സാന്ദ്ര ഇപ്പോൾ ഫ്രൈഡേ ഫിലിംസിന്റെ ഭാഗമല്ലെന്ന് ചൂണ്ടിക്കാട്ടി പത്രിക തള്ളി. തുടർന്ന് സാന്ദ്ര കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഫ്രൈഡേ ഫിലിം ഹൗസിനെ പ്രതിനിധീകരിച്ച സാന്ദ്ര തോമസിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ സാധിക്കില്ലെന്നാണ് ഇപ്പോൾ വിജയ് ബാബു ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിക്കല്ല, കമ്പനിക്കാണ് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. കഴിഞ്ഞ 10 വർഷമായി സാന്ദ്രയ്ക്ക് ഫ്രൈഡേ ഫിലിം ഹൗസുമായി യാതൊരു ബന്ധവുമില്ലെന്നും വിജയ് ബാബുവിന്റെ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു. തൊട്ടു പിന്നാലെ മറുപടിയുമായി സാന്ദ്ര തോമസും രംഗത്ത് വന്നു. ചിലരുടെ നിലനിൽക്കാത്ത കുതന്ത്രങ്ങൾ മറനീക്കി പുറത്തു വരുന്നുവെന്നും ഒരു തമാശയായി മാത്രം നമുക്കിതിനെ കാണാമെന്നും സാന്ദ്ര തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു. 2016 വരെ താൻ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ മാനേജിംഗ് പാർട്ണർ ആയിരുന്നുവെന്ന് വിജയ് ബാബു സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ പേരിൽ 2016 വരെ പുറത്തു വന്ന സെൻസർഷിപ്പ് ക്രെഡിറ്റും മാനേജിംഗ് പാർട്ണർ ആയിരുന്ന തന്റെ പേരിലാണെന്നും ഇതിൽ നിന്നും വ്യക്തമാണെന്ന് സാന്ദ്ര തോമസ് കുറിച്ചു. അതിനാൽ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ റെഗുലർ മെമ്പറായ തനിക്ക് അസോസിയേഷന്റെ കീ പോസ്റ്റിലേക്ക് നിയമപരമായി മത്സരിക്കാമെന്നും സാന്ദ്ര ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാന്ദ്ര നൽകിയ ഹർജി കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് പരസ്യ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. രണ്ടാനച്ഛൻ പൊള്ളലേൽപ്പിച്ച 3ാം ക്ലാസ് വിദ്യാർത്ഥിയെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കൊല്ലത്തെ ബന്ധുവീട്ടിലെത്തി നേരിൽ കണ്ടു. ഇത്തരം ക്രൂരമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും കുട്ടിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരമായി കുട്ടിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യും. കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് കുട്ടിയുടെ രണ്ടാനച്ഛനെ അറസ്റ്റ് ചെയ്തു. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ ഭർത്താവ് സതീഷിനെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സതീഷിനെ വലിയതുറ പോലീസ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. സതീഷിന് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. കൊലപാതക കുറ്റത്തിന് തെളിവില്ലെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കോടതി ജാമ്യം അനുവദിച്ചത്. അതേസമയം ഇടക്കാല ജാമ്യ ഉത്തരവിനെതിരെ അതുല്യയുടെ കുടുംബം കോടതിയെ സമീപിക്കും. ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ സതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് സതീഷ് നാട്ടിലെത്തിയത്. വലിയതുറ പോലീസ് നിലവിൽ അന്വേഷണ ചുമതലയുള്ള സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് സതീഷിനെ കൈമാറി. ദുബായ് കോൺസുലേറ്റ് നൽകിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതുല്യയുടേത് തൂങ്ങിമരണമാണെന്നും ദുബായ് പോലീസിന്റെ അന്വേഷണത്തിൽ സതീഷ് കുറ്റക്കാരനല്ലെന്നും പറയുന്നുണ്ട്. അസ്വാഭാവികമായ എന്തെങ്കിലും കണ്ടെത്തിയിരുന്നെങ്കിൽ സതീഷിനെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തേനെയെന്ന നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി സതീഷിന് ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചത്. പോലീസ് എടുത്തിരിക്കുന്നത് കൊലക്കുറ്റമാണ്. പക്ഷേ നമ്മൾ ഹാജരാക്കിയിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ്, അതായത് ഷാർജ് ദുബായിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റ് നൽകിയിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റിൽ സൂയിസൈഡ് ബൈ ഹാങ്ങിങ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഹാജരാക്കി അതുകൂടി കോടതി പരിഗണിച്ചിട്ടാണ് ഇദ്ദേഹത്തിന്റെ കസ്റ്റഡി ഇപ്പോൾ ആവശ്യമില്ല എന്ന് കണ്ട് അദ്ദേഹത്തിന് താൽക്കാലികമായി ജാമ്യം അനുവദിച്ചത്. സതീഷിന് പരമാവധി ശിക്ഷ കിട്ടണമെന്നും ഇടക്കാല ജാമ്യ ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും അതുല്യയുടെ കുടുംബം വ്യക്തമാക്കി. അതിന് വേണ്ടുന്ന പോലീസ് അവനെ കസ്റ്റഡിയിലെടുത്ത് അത് ചോദ്യം ചെയ്തത് അതിന്റെ സത്യാവസ്ഥ തെളിയിച്ചെടുക്കണം.
ഇടക്കാല ഉത്തരവ് വന്ന 10 ദിവസത്തിനകം അന്വേഷണ പുരോഗതി അറിയിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ഇക്കഴിഞ്ഞ ജൂലൈ 19-നാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ ഭർത്താവിനൊപ്പം താമസിച്ചിരുന്ന കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.